നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സലിംകുമാർ അങ്ങനെ അന്തരിച്ചു. ഒരു കാലഘട്ടത്തെ കുടുകുടാ ചിരിപ്പിച്ച ഒരുപാട് നടന്മാർ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബാല്യകാലത്തെ ഓർമ്മകളൊക്കെയാണ് നശിക്കുന്നത്. കാരണം ഓരോ ആളുകളുടെയും അത് പ്രായഭേദമന്യേ ഓരോ ആളുകളുടെയും മനസ്സിൽ പുഞ്ചിരി വിടർത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് സലിംകുമാർ. കാരണം ഓരോ ദിവസങ്ങളിലും സലിംകുമാറിൻ്റെതായിട്ടുള്ള ഒരു ഡയലോഗ് പറയാത്ത യുവാക്കൾ വളരെ കുറവാണ്. അവർ കൂടുന്ന സംസാരവേളകളിലും തമാശയായിട്ട് എവിടെയെങ്കിലും ഒരു സലിംകുമാർ തമാശ അല്ലെങ്കിൽ ഒരു സലിംകുമാർ ഡയലോഗ് കയറി വരാതിരിക്കത്തില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടത്തെയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ അടക്കമായിരുന്നു. മരണാനന്തരം അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അടക്കം കാര്യങ്ങളും എല്ലാമായിരുന്നു നടന്നത്. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം ചന്തു സലിംകുമാർ, അതായത് സലിംകുമാറിന്റെ മകൻ അവിടെ നിന്ന മീഡിയക്കാരോടെല്ലാം ചൂടാകുന്നത് കണ്ടു. എന്തിനാണ് ചൂടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യുവാനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടേതായിട്ടുള്ള ഒരു പ്രൈവസി കിട്ടുവാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം. എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. എല്ലാവരും അതെല്ലാം ഓരോ ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കിയിട്ട് ഫോണുമായിട്ട് ഇറങ്ങിയേക്കുവാണ്. എങ്ങനെയും 10 പേര് കണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റീച്ച് ഉണ്ടാക്കി അവസാനം ഇപ്പം എവിടെയും കയറി ചെല്ലും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഒരാളുടെ മരണം എന്ന് പറയുമ്പോൾ ആ മരണത്തിൽ ദുഃഖാർദ്രരായിട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ട് കുടുംബാംഗങ്ങൾ മാത്രമല്ല മറ്റുള്ള ഒരുപാട് പേരും ഇങ്ങനെ ഹൃദയം നൊന്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഉളുപ്പും ഇല്ലാതെ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തായാലും ചന്തുവിൻ്റെ ആ ഒരു സംഭവം, അതായത് ചന്തു ചൂടാകുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. കാരണം ഒരു അപ്പൻ മരണപ്പെട്ടതിന് ശേഷം, ഒരാളുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു മകൻ, അതായത് അവർക്ക് ആ അപ്പന്റെ അവസാന സമയങ്ങളിൽ, അതായത് അപ്പന്റെ കൂടത്തിൽ, അതായത് അപ്പനെ അടക്കം ചെയ്യാൻ പോകുന്ന ആ ഒരു സമയത്ത് പോലും അപ്പന്റെ കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു പ്രൈവസി പോലും കിട്ടാത്തൊരു സാഹചര്യത്തിൽ അതുപോലെ ഫോണുമായിട്ട് കുറേ എണ്ണങ്ങൾ പോയിട്ട് കുത്തിക്കേറി ഓരോ മീഡിയയുടെ പേരിലും ഓരോ ഇൻസ്റ്റഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ പേരിൽ നമ്മൾ ഇപ്പം അതിനെ വിമർശിച്ച് ചെയ്യുന്നതാണ്. കാരണം ഈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെല്ലേണ്ട സ്ഥലങ്ങളും ചെല്ലേണ്ടാത്ത സ്ഥലങ്ങളും ഉണ്ട്. അല്ലെ മാറിയിരുന്നും അത് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പം ഞാനിപ്പം അവിടെ ഇല്ല, പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ചെയ്യും. അല്ലാതെ ഒരാളുടെ പ്രൈവസിയിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഇടയിലേക്ക് ഇഴഞ്ഞു കയറി ചെല്ലാനായിട്ട് ആരാണ് നിങ്ങൾ? ഒരു എന്താ പറയുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയയോ ഒന്നുമല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ ചാനലുകാരൊക്കെ ആണെങ്കിൽ അവർ പോലും കയറി ചെന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള മീഡിയാസ് എല്ലാം കൂടെ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് കയറി ചെല്ലുന്നത്. എത്ര അരോചകമായിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. വളരെ 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 മോശമാണ് ഇത്. ശരിക്കും ഈ ഒരു സമയത്ത് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ അതുല്യനായ നടൻ ശ്രീനിവാസന്റെ മരണത്തിലും അങ്ങനെ പല പ്രഗത്ഭന്മാരുടെയും മരണത്തിൻ്റെ സമയത്തും ഇതുപോലെ ഒരു ഉടുപ്പും ഇല്ലാതെ ക്യാമറയും തൂക്കി പിടിച്ച് കയറി ചെല്ലുക. പ്രത്യേകിച്ച് ക്യാമറയല്ല, ഫോണും തൂക്കി പിടിച്ച് കയറി ചെല്ലുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ കാര്യം, ബുദ്ധിയും ബോധവും ഉള്ളവരാണെങ്കിൽ, ബുദ്ധിയും ബോധവും പോട്ടെ, ഇതൊക്കെ അവരവരുടെ കുടുംബത്തിൽ വരുമ്പോഴേ ആ ഒരു വിഷമം വരത്തുള്ളൂ. അവിടെ ഫോണും തൂക്കി പിടിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കുടുംബത്തിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും വിഷമങ്ങൾ നടക്കുന്ന സമയത്ത് ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് ആളുകൾ കയറി ചെല്ലുമ്പം അത് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യങ്ങളെല്ലാം ഈ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് അവിടെ പോയി നിൽക്കുന്ന ആളുകളോടാണ്. ഭയങ്കര മോശമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കൊന്നും വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞ് നിങ്ങൾ ഹൃദയം പൊട്ടി വേദന എടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകുമ്പം ആ ഒരു അവസ്ഥ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം അന്നേരം നിങ്ങൾ ചിന്തിക്കുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ എങ്ങനെയെങ്കിലും 10 പേര് നമ്മുടെ ചാനൽ കാണണം, നമ്മൾ എടുക്കുന്ന വീഡിയോ കാണണം. മാത്രമല്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ പോകുമ്പോൾ എല്ലാം ഞാൻ നോക്കുമ്പോൾ കാണുന്നത്
ഇവിടെ എല്ലാവരും തന്നെ ഓരോ ഓൺലൈൻ ചാനൽസിന്റെ പേരിൽ അവരെടുക്കുന്നത് മുഴുവൻ അവിടെ വന്നിരിക്കുന്ന ഓരോ താരങ്ങൾ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഓരോരുത്തർ വരുന്നു, ഓരോ ഡയറക്ടേഴ്സ് വരുന്നു, ഇവരെ എല്ലാമാണ് ഇവർ ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ താഴെ വരുന്ന ഇടുന്ന ക്യാപ്ഷൻ ഈ വന്ന് നിൽക്കുന്ന ആളുടെ സങ്കടം കണ്ടോ, കരയുന്ന ഇന്നയാളെ കണ്ടോ, ഇതൊക്കെയാണോ? എന്ത് മോശമാണ്. നിങ്ങളിങ്ങനെ ഓരോരുത്തരുടെ എന്താ പറയുന്ന അവരവർക്ക് പോലും അവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും, അതായത് സലീംകുമാറിന്റെ അതുല്യനായ നടൻ സലീംകുമാറിന്റെ മരണത്തിൽ വിഷമമുണ്ടാ, ആ വിഷമം ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോലും സമ്മതിക്കുകയില്ലാത്ത ഒരു കൂട്ടം ആളുകളെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. മാത്രമല്ല ഇതിന്റെ എല്ലാം താഴെ ഇൻസ്റ്റയിൽ വരുന്ന പോസ്റ്റുകളുടെ എല്ലാം താഴെ BGM, സാഡ് BGM എല്ലാം ശരിയാണ്, ഒരു വിഷമഘട്ടമാണ്. പക്ഷെ റീച്ചിന് വേണ്ടിയിട്ട് സാഡ് BGMs, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കുത്തിക്കയറ്റി ഭയങ്കര അരോചകമായിട്ട്, അതായത് ആദ്യം നമ്മൾ ഒരു വീഡിയോ 2 വീഡിയോ കാണുമല്ലോ, വീണ്ടും വീണ്ടും പല വീഡിയോസ് മാറ്റി മറിച്ച് നമ്മൾ നോക്കുമ്പം നമുക്ക് തന്നെ തോന്നലുണ്ട് ഇവന്മാർ ഇതെന്നതായി കാണിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര മോശമാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ മോശമാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം കഥയൊന്നുമില്ല. നീ പോടാ, നീ നിന്റെ പണി നോക്കടാ എന്ന് എന്നോട് പറയാൻ കെൽപ്പുള്ള തരത്തിലുള്ള ഒരു കൂട്ടം പപ്പരാസികളാണ് ഇപ്പൊ പുറത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വളരെ 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 മോശമാണ് ഈ കാണിക്കുന്നത് എല്ലാം. ഇനിയാണെങ്കിൽ ഒരു അല്പമൊക്കെ നിങ്ങൾ മീഡിയക്കാർ, ശരിയാണ്, നിങ്ങൾ ഇതുപോലെ മീഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം, മീഡിയക്കാർ വേണം, വാർത്തകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ, ന്യൂസ് കാര്യങ്ങളെല്ലാം ആളുകളിലേക്ക് എത്തണം. കാരണം അങ്ങ് സ്ഥലങ്ങളിൽ, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എത്താൻ പറ്റാത്ത ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ആരായുമ്പോൾ നിങ്ങളുടെ ഓരോ പേജുകളിലും വരുന്ന വാർത്തകളും ന്യൂസുകളും കണ്ട് ആണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മിതത്വം പാലിക്കുക. അമിതമായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെയും ഫോക്കസ് ചെയ്തു ഭയങ്കര മോശം. എല്ലാ ആൾക്കാരും സാധാരണക്കാരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എല്ലാ മനുഷ്യന്റെ ദേഹത്തും ചോരയാണ്, ചോരയും നീരും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ആർക്കും സ്പെഷ്യാലിറ്റി ഇല്ല. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളാണ്, സിനിമാ താരങ്ങളാണ്, അവർ അത് സിനിമ സെറ്റിലോ ഷൂട്ടിംഗ് സെറ്റിലോ ഒരു സിനിമ പ്രൊമോഷനോ വേണ്ടിയിട്ടല്ല, ഒരാളുടെ മരണത്തിൽ, അവരുടെ ഒരു സഹപ്രവർത്തകന്റെ മരണത്തിൽ ദുഃഖം കൊണ്ട് അവരവിടെ വരുന്ന സമയത്താണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ഓർക്കണം. അപ്പം ഭയങ്കരമായ മോശമായ കാര്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇത് പല സ്ഥലങ്ങളിലും ഇടിച്ചിടിച്ച് കയറി അവസാനം ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ എന്തൊരു അവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ വരുന്ന താരങ്ങൾ അവരവരുടെ സഹപ്രവർത്തകന്റെ വിഷമത്തിൽ പങ്കുചേരാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോയതിന്റെ വിഷമത്തിൽ പങ്കുചേരാൻ വരുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ കൂടെ ഫോണും തൂക്കി പിടിച്ച് ഓരോരുത്തർ സെൽഫി ആയിട്ടും അല്ലാതെയും കയറി വരുമ്പം അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഏത് താരമാണെങ്കിൽ പോലും അവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് ആ ഫോണിലൊന്ന് നോക്കി ചിരിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? അല്ല. അവര് വിഷമത്തിന്, ഒരു സങ്കടത്തിന്റെ അവസ്ഥ, ആ ഒരു സങ്കടത്തിലേക്ക് അവർ വന്ന് നിൽക്കുന്ന സമയത്ത് ചിരിക്കാൻ മേല. ഇപ്പൊ ഇൻ കേസ് അവരെങ്ങാനും അറിയാതെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഫോണും തൂക്കി പിടിച്ചിരിക്കുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അവരതിനെ എടുത്ത് മരണവീട്ടിൽ വന്ന നടൻ ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്തു, സെൽഫിക്ക് പോസ്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള പല പല പോസ്റ്റുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അവിടെ വരുന്ന താരങ്ങളാണെങ്കിൽ പോലും അവർക്കും ആകെ കൂടെ ഇങ്ങനെ എല്ലായിടത്തും ക്യാമറ വെച്ച് എല്ലാം ഒപ്പിയെടുക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്. ശരിയാ, നിങ്ങൾ എടുത്തോളൂ, പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മോശമാണിത്. പ്രത്യേകിച്ചും ആ ഒരു അവസ്ഥ അവസാന നിമിഷങ്ങളിൽ, എന്താ പറയുക, അടക്കം നടക്കുന്ന ആ ഒരു ചടങ്ങിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ ബുദ്ധിമുട്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് മൂലമാണ് ചന്തു അവിടെ കലിക്കുന്ന ഒരു സാഹചര്യം, ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ ദേഷ്യപ്പെടുന്ന സാഹചര്യം സാധാരണഗതിയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകേണ്ടതല്ല. സഹി കെട്ടിട്ട് തന്നെ പറയുന്നതാണ്. അത് ചന്തുവിന്റെ സ്ഥാനത്ത് ആരാണെങ്കിൽ പോലും അത് അങ്ങനെ ചെയ്തു പോകും. കാരണം ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഫോണും തൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ചെയ്തോ, നീറ്റായിട്ട് നിങ്ങൾ ചെയ്തോ, പക്ഷെ കുറച്ചൊക്കെ പ്രൈവസി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉള്ളതാണ്. അത് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര മോശമാണ്. എനിക്കിത് കണ്ടപ്പം വളരെ അരോചകമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. കാരണം മീഡിയ എന്ന് പറയുന്ന ഒരു ആള് വേണം. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നെഗറ്റീവ് ആയി പോകാത്ത രീതിയിൽ, കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിലുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടാവും, നിങ്ങളുടെ പേജ് കാണാൻ ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ശ്രമിക്കുക. അല്ലാതെ പക്ഷേ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, നിങ്ങളെ മാത്രമല്ല ഏത് മനുഷ്യനാണെങ്കിൽ പോലും, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും, ഞാൻ മൂലം വേറൊരു മനുഷ്യനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്, ഒരു വിഷമം ഉണ്ടാകരുത്. അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ഇളിച്ചു കാണിക്കുന്ന പരിവം
ഉണ്ടാകരുത്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ കാണുമ്പം ഇത്രയേലും പറഞ്ഞില്ലെങ്കിൽ എനിക്കും അതൊരു മോശമായിട്ട് എന്തോ ഒരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.